ഹായ് ഗൈസ്, നമ്മുടെ ചീറ്റപ്പുലി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അവനെ പണിത് കൊണ്ടുകൊണ്ട് വന്ന് ഇനി ഓടിച്ച് നോക്കി, കുഴപ്പമൊന്നുമില്ല. പിന്നെ ബ്രേക്കുമൊക്കെ ഓടിച്ച് റെഡി ആവുള്ളൂ എന്ന് പറഞ്ഞിട്ടാ. ഒരു 6-7 മാസമായിട്ട് വെറുതെ കിടക്കണമായിരുന്നല്ലോ. ടയറൊക്കെ മാറ്റി സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് നൈസായിട്ട് അത് ഈ ഒരു ബീഡിങ് പോയി കിടക്കണം. ഇത് മൊത്തത്തിലൊന്ന് മാറ്റണം. അതും കൂടി മാറ്റി കഴിഞ്ഞാൽ സംഭവം ഉഷാറാണ്. പിന്നെ സീറ്റും കാര്യങ്ങളൊക്കെ മാറ്റാനുണ്ട്, കാണിച്ചു തരാം. കുറച്ചഴുക്കാണ് വണ്ടി വന്നിട്ട് കഴുകാം. ഒറ്റടിക്കൊക്കെ സ്റ്റാർട്ടായിട്ടാ. പക്ഷേ കാല് മാറ്റി അപ്പം തന്നെ പോവും. ക്ലച്ച് കുറച്ചിട്ടേക്കാണെന്ന് തോന്നുന്നു. അതിൻ്റെ ഇടേ കൂടി പൂച്ച. മാറും രാവിലെ തന്നെ അതിനിട്ടൊരു പണി. ഓക്കെ, വണ്ടിക്ക് എയർ കുറവാണ്, എയർ അടിക്കണം. നമുക്കൊന്ന് എക്സ്പീരിയൻസ് നോക്കാം, പണിതിട്ടുണ്ടോ ഇല്ലേന്നൊക്കെ നോക്കാം. മറ്റേ വണ്ടിയിൽ നിന്ന് ഈ വണ്ടിയിലോട്ടെ കുറേ നാൾക്ക് ശേഷം ഓടിക്കുമ്പേ ഒരു രണ്ടങ്ങേറ്. ടർബോയും മനുണ്ട്, ടർബോനെ വിളിച്ചിട്ടുണ്ട്. ടർബോ മനുണ്ടപ്പോൾ അപ്പനും മനുണ്ട്, എഴുതനും മനുണ്ട്. കുടുംബസമേതമായി ബാ. സീറ്റ് മാറ്റണ്ടാ. അറിയല്ല എഴുതുസേ, എഴുതിന്റെ പഴയ വണ്ടിയാണ്. ചീറ്റപ്പുലി തന്നെയാ. ആകെ മാറ്റിയല്ലേ. ബൈക്ക് അങ്ങോട്ട് കിട്ടണില്ല. വണ്ടി വരും മിക്കവാറും. എന്റെ പോലെ വെട്ടി 2 വാരത്തേക്ക് ഇട്. എന്താടാ നിനക്ക് വിടണ? നിനക്ക് വിളങ്ങണി കൊണ്ട് നിന്നെ മുട്ട അടിക്കാം. ആടാ ഓഫായി പോണോടാ. ആക്സില് പോയി കിടക്കാൻ പോകണ്ട, ഒരു കട്ടക്കട്ട അടിക്കണണ്ട ഉണ്ടല്ലേ. അത് മാറ്റണം. സെക്കൻഡ് ഹാൻഡ് വല്ലതും കിട്ടുമെന്ന് നോക്കിയിട്ടെ ഇവിടെ ഇട്ടാൽ മതി. അങ്ങനെ ഊരിപ്പോലെയൊന്നുമില്ല. മാതാവേ കാത്തോളണേ. പെട്രോൾ അടിക്കാം. പെട്രോളില്ലട്ടോ അതിൽ ഒരു 1500 രൂപ അടിച്ചിട്ടോ. 2222 രൂപ അടി. ഓ വണ്ടി കുഴപ്പമൊന്നുമില്ല. പുതിയ ഡിസൈർ സാബി അത് എടുക്കാമോ? സാബി അടുത്ത മാസം ഉറക്കുന്നുണ്ട്. അഡ്വാൻസ് കൊണ്ട് കൊടുത്തു. എവിടെ എടുത്ത് നേരത്തെ പൊല്യൂഷൻ തീർന്നിരിക്കണല്ലേ. പൊല്യൂഷൻ എടുത്തിട്ട് പോവാ. തുറന്നല്ലോ അപ്പൊ ഒന്ന് ഇറങ്ങിന്നോട്ടാ. ആ അതെ, പഴയ വണ്ടിയല്ലേ, കൊച്ചിനായിട്ട് ഒന്ന് ഇറങ്ങിന്നോ. എന്നാ തുറന്നോട് ചേക്ക്. ആണോ 550 രൂപ കടിച്ചാ. അടി കൂടി പോകണ്ട നോക്കിയാൽ ചെറിയൊരു ഈർപ്പുണ്ടായിരുന്നു അതിന്റെ താഴത്ത്. നോക്കിയടാ ഇറങ്ങി നോക്കടാ. ഇപ്പൊ നോക്ക്, ഇവൻ എന്ത് മടിയാണ്. അടിയിലൊന്നും പോകണല്ല. പോണ്ട പോണ്ടല്ലേ. അപ്പൊ സീനാണോ?
ശരിക്കും പോകണടാ? വേണ്ട കേട്ടോ, ലോട്ടറി വേണ്ട. പെട്രോള് ഒഴിക്കുമ്പോ അത്ര പോണല്ലേ? 2 തുള്ളി പോയി. ഓ, അപ്പൊ അവിടെ എന്തെങ്കിലും മറ്റേ പുട്ടിയ എന്തെങ്കിലും ഇട്ട് വെക്കാറുന്നല്ലേ? നോക്കിട്ടെ MC എന്തെങ്കിലും ഇട്ട് വെക്കാം. ചെറിയൊരു ഇതുണ്ടാവും അല്ലേ? ഞാനത് കാണിച്ചാണ് അവന്മാര് കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു അല്ല. അപ്പം വന്നിക്കണ റോട്ടിൽ തന്നെ. ഓഫായി പോണെന്ന് പറഞ്ഞാൽ ചേട്ടൻ പറഞ്ഞില്ലേ ഹാഫ് ക്ലച്ചിൽ ഇട്ടേക്കണ. ദൈവമേ, കണ്ടാ സൗണ്ട് കേൾക്കണണ്ട? എടാ ഇതിൽ സീറ്റ് ബെൽറ്റ് ഉണ്ടോ? സീറ്റ് ബെൽറ്റ് ഇട്ടോടാ. അങ്ങനെയൊക്കെ ഉണ്ട്. എത്ര മോഡല് മുതലാണ് സീറ്റ് ബെൽറ്റിന്റെ ആവശ്യമില്ലാതെ? നിങ്ങൾക്ക് അറിയാവുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് അടിക്കട്ട. പഴയ വണ്ടികൾക്കൊന്നും സീറ്റ് ബെൽറ്റ് വേണ്ടെന്ന് പറയും. പിടിച്ച പൈസ കൊടുക്കേണ്ടി വരും. പെട്രോള് പോകണ്ട്, ചെറുതായിട്ട് പോകണ്ട്. MC അടിക്കേണ്ടി വരും. 1500 രൂപ. ആക്സിഡന്റ് തോന്നല്ലേ? അതും കൂടി മാറ്റിയ വണ്ടി സെറ്റാണ്. വണ്ടി ഇപ്പൊ ഇത്ര കാശ് കൊടുത്ത് പണതില്ലെന്നോ? എനിക്ക് വേണ്ടെങ്കിൽ പറ, മേടിക്കാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ഞാൻ നിനക്ക് വേണ്ടി എന്റെ കയ്യൊക്കെ നടക്കാൻ വേണ്ടി വെച്ചതാണെങ്കിൽ വണ്ടി. എന്താടാ ഒച്ചപ്പാട്? വലുതാട്ടെ. അവന്റെ ഇടിപെട്ട് സാധനമൊക്കെ ഞാൻ മാറ്റും. ഈ ദിവസേ വണ്ടി ഓടിക്കണ്ട എനക്ക്. ഇപ്പൊ ഓടിച്ച അപ്പനകത്താവും. ഇപ്പൊ ഓടിച്ച അപ്പനകത്താവുന്നു. അയ്യോ, എയറടിച്ചില്ല. ഓർപ്പിക്കാൻ പാടാ. എയറില്ല വണ്ടിക്ക്. ഓമ്പടിയിൽ ഇപ്പൊ നമ്മളെ പള്ളുരുക്കിൽ അടിച്ച പോലെ അവിടെ അടിച്ചില്ല. ഓഫായി പോയി വണ്ടി. നിന്റെ വണ്ടി ഇവിടെ അല്ലേ പിടിച്ചിട്ട് ട്രാഫിക് സ്റ്റേഷനിൽ? പൊല്യൂഷൻ ഉണ്ടാ? ആ, തുറന്നിട്ടില്ലണവന്മാര്. അതെ, വണ്ടി വേറെ മൂടാണോ ഓടിക്കാൻ? ബ്രേക്ക് ഔട്ടി കഴിഞ്ഞാൽ അപ്പോൾ വണ്ടി ഓഫായി പോകും. നല്ല രീതിയിൽ സെറ്റാക്കിയിട്ടാൽ മതി. എല്ലാ ദിവസവും വണ്ടി ഓടിക്കണം, എന്നാലും ഇതൊന്ന് ആംഗിളിലേക്ക് വരുള്ളൂ. വണ്ടി സീനാണ്. ഓടിച്ചോടിച്ചോടിച്ചൊന്ന് പഴം പോലെ ആവും. കുറേ നാളായിട്ട് വെറുതെ കിടക്കണേന്നല്ല. ഓഫാക്കാതെ എടുക്കാനൊക്കെ അറിയാം. പക്ഷെ കാലിന്റെ ആംഗിൾ കിടന്ന് പോണ വിറ്റ്
ആ ഒരു ആക്സിലിനും കൂടി അത് സെക്കൻഡ് ഹാൻഡ് നമ്മളെ മറ്റേ ചേട്ടനോട് പറഞ്ഞ ഒരു 1200 കൊടുത്ത സംഭവം കിട്ടും. എടാ നമ്മുടെ ഇവിടുത്തെ വർക്ക്ഷോപ്പിലെ ചേട്ടനില്ലേ, ഷൈൻ ഏതാണ് നീ ഉദ്ദേശിച്ചത്? എൻ്റെ അമ്മോ ബ്ലൈഡ് ടെസ്റ്റ് പാസ്സാക്കാൻ വേണ്ടി 19,000 രൂപ എടുത്ത് പൊട്ടി. 20 രൂപ പൊട്ടിയല്ലേ? അതൊക്കെ നമുക്കിട്ട് വെച്ച് തന്നേക്കണാകാം. ഓഫായി പോയി. പേരടിക്കാൻ വണ്ടി ഒന്ന് ഓടിച്ച് ഒന്ന് ക്ലിയറപ്പ് ആക്കാൻ വേണ്ടിയാണ്. എവിടെയും പോണില്ല, അപ്പനും ഇവനും കൂടി കയറി ഇരുന്നോണ്ട് ഇവനും ഓടിക്കാൻ പറ്റില്ല. വേണ്ട വേണ്ട, കൊച്ചിനായിട്ട് നിങ്ങൾ അവിടെ ഇറങ്ങുക, എന്നിട്ട് ഇവനായിട്ട് ഞാൻ പോവാം. അതൊക്കെ പോവാം. ഡോണ്ട് വറി. നാളെ പോലെ ഇവിടെ ജിമ്മിൽ വന്നടാ നീ. നാളെ ഗ്രൂപ്പിലുള്ള അനിലേട്ടൻ പറഞ്ഞ വണ്ടി ഇരുന്ന് ഓടിച്ചോടിച്ചോടിച്ചേ എക്സസൈസ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിലേ മൂത്രമൊക്കെ പിടിച്ചിരുന്ന് ചില സമയത്തൊക്കെ ഓടിക്കും. എക്സസൈസ് ഇല്ലാന്നുണ്ടെങ്കിൽ നടുവിന് ഡിസ്കൊക്കെ പളിച്ചാവെന്ന് പറഞ്ഞ് ഇപ്പൊ ഗ്രൂപ്പിലിടറാണ് പ്ലാൻ ചെയ്യാൻ. അത് നമ്മ ജിമ്മിൽ പോകുമ്പോ ചെയ്യാലോ. റാങ്ക് അല്ല പ്ലാങ്ക്, ഫ്ലായ് അല്ല പ്ലാ. അപ്പനെ ഞാൻ പഠിപ്പിച്ചാൽ അപ്പൻ്റെ കയ്യിൽ എവിടെ നിന്ന് ചെയ്യും. ആ അത് എല്ലാവർക്കും പഠിപ്പിച്ചു കൊടുക്കാം. അത് ഫോണൊക്കെ ഉണ്ട് കേട്ടോ, ഒന്നും നടുവിട്ട് കിടക്കണ്ട. എൻ്റെ വയറൊക്കെ ഇരിക്കണോ, എനിക്കും ചെറിയ പെയിനൊക്കെ ഉണ്ട് നടുവിന്. സീനാണത്. എക്സസൈസ് ഇല്ലാന്നുണ്ടെങ്കിൽ പണി കിട്ടും. ചേട്ടൻ പറഞ്ഞ കറക്റ്റാ. വണ്ടി കിടക്കും ഓഫായി പോണ്ട്. ഒന്ന് ആംഗിളിൽ വന്നു കഴിയുമ്പോൾ സെറ്റ് ആവട്ടാ. ഈ വണ്ടി ഞാൻ മേടിച്ചപ്പോഴും ഇങ്ങനെ തന്നെയായിരുന്നു. ഓടിച്ചോടിച്ചോടിച്ച് കയ്യിലായി കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ അത് മനസ്സിലാവും. ആ രാവിലെ ഈ വണ്ടിക്കാ പോണേ. ചേട്ടൻ പഴംപൊരി അടിക്കാൻ പോവാ. വണ്ടി ചോദിച്ച് കുറേ പേര് വിളിക്കുന്നുണ്ട്, വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. എത്ര രൂപ കൊടുക്കാൻ പറ്റും? നീ ഇപ്പം എത്ര രൂപ പണി ചെയ്തിരുന്നതിൽ? ഞാൻ എന്തായാലും കറക്റ്റ് കണക്ക് പറഞ്ഞു കൊടുക്കും. വീഡിയോയിൽ എടുക്കണം. ടെസ്റ്റ് പാസ്സാക്കാൻ എത്ര രൂപ കൊടുത്ത്? 21,500. ടയർ മാറ്റാൻ എത്ര? പുത്തൻ ടയർ ഇട്ടാണ് എത്ര രൂപ കൊടുത്ത്? 12 രൂപ. 4 ടയറും പുതിയത് 12 രൂപ. ഇപ്പൊ സർവീസിന് എത്ര രൂപ കൊടുത്ത്? ഇപ്പൊ സർവീസിന് എത്രയാണ്? 5,500. 6,500. ആ അതിന്റെ പ്രൂഫ് ഗൂഗിൾ പേ ചെയ്തേക്കണം കൂടി ഒന്ന് കാണിച്ചു കൊടുക്കണം കേട്ടോ. 5,000 രൂപ കാശും കൊടുത്ത് ആദ്യം. ശരിയാണ്, ആ സമയം അത് കൊടുത്തതാണ്. അപ്പൊ മൊത്തത്തിൽ എത്ര രൂപയാണ്? 20, 30, 32, 40 രൂപ എടുത്ത് പണിതിട്ടുണ്ട് വണ്ടി അല്ലേ? അപ്പൊ നമ്മ മേടിച്ച ഒരു 20,000 രൂപ കൂടി കയറ്റി 60 രൂപയൊക്കെ നമുക്ക് വണ്ടി കൊടുക്കാൻ പറ്റുള്ളൂ. 65 പറഞ്ഞിട്ട് 60 രൂപ കൊടുക്കാം അല്ലേ? 60 രൂപ ലാസ്റ്റാണ്. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അച്ഛന്മാരെ വിളിച്ചോ. 5 വർഷം വണ്ടി ഓടിക്കാം. നിങ്ങൾ ജസ്റ്റ് ചെറിയ പരിപാടിയൊക്കെ ഉള്ളൂ. അതൊക്കെ സെറ്റ് ചെയ്ത് നിർത്താൽ മതി. മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 12,000 രൂപ പെയിൻ്റൊക്കെ അടിച്ച് ഒന്ന് അടിപൊളിയാക്കി കൊണ്ടുനടക്കാം കേട്ടോ. 60 രൂപ അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല. വേണമെന്നുണ്ടെങ്കിൽ അച്ഛന്മാർ കോണ്ടാക്ട് ചെയ്തോ. ഇവരെ ഇറക്കി വിടട്ടെ, എന്നിട്ട് ടർബോനെ കൊണ്ടൊന്ന് ഓടിപ്പിക്കണേ വണ്ടി. 60 രൂപ പറയാൻ കാരണം ഈ സംഭവങ്ങളൊക്കെ കൊണ്ടാണ്ട. വണ്ടി മേടിച്ചതിന് എന്തെങ്കിലും നമുക്ക് കിട്ടണ്ടേ, അതുകൊണ്ടാണ്. അപ്പൊ കിട്ടൂല. നമ്മ ചിലവാക്കിയ പൈസയാണ് പറഞ്ഞേക്കണത്. ഇനി ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം. ആൻറ്റിക് പീസായിട്ട് ഉപയോഗിക്കാം.
5 വർഷം കൊണ്ട് നടക്കാം. നമുക്ക് എയർ അടിച്ചിട്ട് ടർബോയും കൂടി ഒന്ന് ഓടിക്കട്ടെ ഏട്ടാ. ആക്സിൽ മാറ്റണം. അത് സെക്കൻഡ് ഹാൻഡ് ഒരെണ്ണം മേടിച്ചിട്ടാൽ മതി. 10,500 കൊടുത്ത സാധനം കിട്ടും. ചെറിയൊരു സൗണ്ട് അടിക്കണതാണ്. കുറേ നാളായിട്ട് കിടക്കണം, വെറുതെ കിടക്കണമായിരുന്നല്ലോ, അതുകൊണ്ടാണ്. മുപ്പത്തഞ്ചിലല്ലേ അടിച്ചിട്ട്? ആ വണ്ടി ഇപ്പൊ ഒന്ന് നേരലായിട്ടാ വണ്ടി. ആയി ക്ലച്ച് ബ്രേക്ക്. ക്ലച്ച് ഏതാ? ക്ലച്ച് ഇത്, ആ ഇത് ആക്സിലേറ്റർ, ആ ഇത് ബ്രേക്ക്. ഞാൻ നടന്നു വന്നാൽ മതിയാ, അല്ലെങ്കിൽ ഞാൻ വണ്ടിക്ക് ബൈക്കിൽ വന്നാൽ മതിയാ? ആക്സിലേറ്റർ കൊടുക്കണോടാ. ഇത് ക്ലച്ച് നല്ലോണം ചവിട്ടിയിട്ട് ഇടണം. ഗിയർ വണ്ടി പോയി മിറർ നോക്കിട്ടാ, മിറർ നോക്ക്. വണ്ടി പോണ്ടിട്ടാ. പതിക്കെടുത്താൽ മതി. ഇപ്പുറത്ത് കല്ല്. ഏയ് വന്നേ ടർബോ. ബ്രേക്ക് ഇടാൻ നോക്കി. ആ ഓക്കെ, ഓഫായി. അപ്പം തന്നെ അടിച്ചാൽ മതി, ഒറ്റടി. ഓക്കെ, സാധനം കിട്ടി. സ്പീഡിൽ പോകണ്ട, ഒരു കാര്യമില്ല. ധൃതിയില്ലല്ലോ നമുക്ക്. അതെ, അപ്പൻ്റെ ബാക്കൊക്കെ ഓൾറെഡി പൊളിഞ്ഞിരിക്കണേ. പറ്റി, ഞാൻ വിചാരിച്ചു തീർന്നു. വണ്ടി ഓഫാ. മാറിക്കോ ചേച്ചി, ഓടിക്കോ. ഇവനൊരു 10 വന അത്ര അടിക്കണല്ലോ, ചെറിയ രീതിയിൽ അടിച്ചാൽ മതി. ബാറ്ററി അടിച്ചു പോകും. ആ അങ്ങനെ എടുത്താൽ മതി, അധികം അടിക്കണ്ട. കീറിയിട്ട് തന്നെ ചവിട്ടി അങ്ങനെ എടുത്താൽ മതി. അതപ്പോ ന്യൂട്രൽ ഇട്ടിട്ട് ഓടിക്കാനൊക്കെ നോക്കണം. ഫോർത്തിലാണോ പോയത്? എൻ്റെ അമ്മോ, പെതിക്കപ്പോടാ മാറിക്കണ്ണ. ദീപം വേണമെങ്കിൽ മറിക്കുമോ? വണ്ടി ഓഫായ ലൈസൻസ് ഒക്കെ ഉണ്ട് ടർബോക്ക്. സൈഡ് ഇൻഡിക്കേറ്റർ. അയ്യോ, ഇയാളൊക്കെ ഏത് വഴി? കയ്യണി. ഇൻഡിക്കേറ്റർ ചവിട്ടി എടുക്കണം. ഇതിനെ കൂടി എടുക്കുക, ആളില്ലാത്ത വഴി എടുക്കാം. അത് നോക്കണ ഇടിച്ചിട്ടോ. ഇത് കോമഡി അവിടെ. വണ്ടി ഇന്നത്തോടെ വണ്ടി പൊളിഞ്ഞു. ഗൈസ്, വണ്ടി കൊടുക്കുന്നില്ല, കാരണം വണ്ടി പൊളിഞ്ഞിരിക്കുന്നു. വീഡിയോ അവസാനിക്കുമ്പോ പതിക്കെടുക്ക് മോനെ. സെക്കൻഡിലേക്ക് കിട്ടോ? ആ അതെ, മാറ്റി ഗിയറൊക്കെ ഒന്ന് മാറ്റിക്കൊടു. വെള്ളമുണ്ടോ? വെള്ളമുണ്ടോ? വെള്ളത്തിൽ പോയാൽ തീർന്നിട്ടാ. ചവിട്ടിട്. ആ നേരെടുത്തോ. ഇതിലെ പോയ കണ്ടെത്തി പോവും. പതിക്കെടുക്ക്. നീ ആദ്യം പതിക്കെടുത്ത് പഠിക്ക്. ആ എന്നിട്ട് നീ ഈ വണ്ടിയിൽ തന്നെ നിന്നെ പഠിപ്പിക്കണ കാരണം എന്താണെന്നറിയോ? വണ്ടി ഓടിച്ച് പഠിച്ചാൽ നിനക്ക് ഏത് വണ്ടിയും വെറുതെ പുഷ്പം പോലെ ഓടിക്കാം. സൈഡ് നോക്കിട്ട് 2 സൈഡ് നോക്കണം. നീ പേടിപ്പിക്കണല്ല, ഞാൻ പേടിച്ചതാണ്. ഫുള്ള് ഓടിക്കാനൊക്കെ അറിയോ? സൈഡ് നോക്കി ആ ചവിട്ടി എടുക്കാന്നിട്ട് അത് തന്നെ. ആ അടിപൊളി. ഓഫായി തീർന്നിട്ടാ. ഓഫാക്കരുത്. ആ പൊളിച്ച് മോനെ, പൊളിച്ച്. ഈ റൗണ്ട് ഇട്ടാ നീ ഇങ്ങനെ ഓടിച്ചാ കേട്ടാ. പേടിപ്പിക്കാൻ നിൽക്കണ്ട, പേടിക്കാൻ മാത്രമൊന്നും ഇല്ലാതെ. മീനുണ്ടല്ലോ അതില്.
പെതുക്കെടുക്ക നമുക്ക് ധൃതിയില്ല. കട്ടറൊക്കെ പയ്യെ എടുക്കടാ. നീ ക്ലച്ച് കറക്റ്റായിട്ട് പിടിച്ച് പഠിക്ക്. ക്ലച്ചിലെ പെട്ടെന്നൊരു വണ്ടി വന്ന് പെട്ടെന്ന് അടിയാൽ നമ്മൾ ക്ലച്ചിൽ അങ്ങനെ നിർത്താനുള്ള ഒരു പരിപാടിയുണ്ട്. ആ സാധനം നീ മനസ്സിലാക്കി എടുക്കും. എനിക്ക് പറഞ്ഞു തരാനൊന്നും അറിയില്ലത്. അതെ നോക്ക് കുട്ടീനായിട്ട് പോകണം. പതുക്കെ എടുക്ക്. നീ ഇത്ര ധൃതി പിടിക്കില്ലേ? പതുക്കെ ചവിട്ടിയെടുക്കണം. എടുത്തോ. അങ്ങനെ ക്ലച്ചിന്ന് ഗിയറൊന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. ഓർത്തിലിട്ടിട്ടാണ് ഈ കിടന്ന് കാണിക്കണത്. പോയി. എന്താണ് നീ കിടന്ന് കാണിച്ചിപ്പ? ഗിയർ എന്താ നീ കിടന്ന് കാണിച്ചത്? ഗിയർ മാറ്റടാ. ഫസ്റ്റിലിടന്നല്ല, ഫസ്റ്റിലിട്ടിട്ടല്ല വണ്ടി എടുക്കണ്ടത്. നീ എന്ത് വണ്ടി ഓഫായി കഴിഞ്ഞാൽ ഫസ്റ്റിലിട്ടിട്ടല്ലേ വണ്ടി എടുക്കണ്ടത്. നീ ഫോർത്തിലിട്ടല്ലേ വണ്ടി എടുക്കണം. പിന്നെ ഫോർത്തിലാണ് 15 ബലോനോ. പെതുക്കെടുക്ക്. നീ ഇങ്ങോട്ട് എടുത്തതിന് ആ റൗണ്ട് ഇട്ട് പിന്നെ വേറൊരു വഴി. പതുക്കെ പോടാ. ഇത്ര സ്പീഡിൽ പോലെ നീ പതുക്കെ പോ. എന്റെ ദൈവം, ഇവനെയൊക്കെ പഠിപ്പിക്കാൻ നിന്ന് കഴിഞ്ഞാൽ വായിലെ വെള്ളം പറ്റുമല്ലോ. ഓഫ് റോഡ് ട്രാക്കിലേക്ക് എടുക്ക് ചേട്ടാ. എന്റെ പൊന്നേട്ട മാറിനോ. ഈ ഒരു സ്പീഡിൽ എടുക്ക്. ഇനി ചവിട്ടല്ല, അധികം ചവിട്ടി കൊടുക്കല്ലേ. എന്നിട്ട് ഗിയർ മാറ്റി എന്നിട്ട് അത് പഠിക്കുക. അല്ലാതെ വെറുതെ എങ്ങനെ പോകുമെന്ന് പറഞ്ഞ് പോയിട്ട് വല്ല കാര്യമുണ്ടോ? ടർബോനെ പഠിപ്പിക്കണ സീനെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലേ എന്റെ അമ്മോ നെഞ്ച്. നിർത്ത്. ചവിട്ട്. ഞാൻ പറയണ പോലെ എന്നിട്ട് കേക്ക്. ഇവിടെ നിങ്ങൾ തിരിക്കടാ. നീ പറയട്ടടാ. ഫസ്റ്റ് എന്നിട്ട് ഓഫ് ആകണ്ട്. എടുക്ക്. അങ്ങോട്ട് എടുക്കുക. അവിടെ നിർത്താം. എന്നിട്ട് അവിടെ നിർത്ത്. അവിടെ നിർത്ത്. കയറ്റി എടുക്കല്ലേ. നിർത്ത്. ഇവിടെ നിർത്താൻ പറഞ്ഞിട്ട് 1 കിലോമീറ്റർ അപ്പുറത്താ. എന്നിട്ട് ഓഫ് ആക്കാണ്ട് തന്നെ ബാക്കോട്ട് എടുക്ക്. നിർത്തിയിട്ട് ബാക്കോട്ട് എടുത്ത് ആ വഴി തന്നെ പോണം. നോക്കിയെടുക്ക്. മിറർ നോക്കിയെടുക്ക്. നീ എന്തിനാ ഇങ്ങനെ ഇതൊക്കെ കിടന്ന് കാണിക്കണത്? പോണേ. നീ അല്ലേ A2Z ഡ്രൈവിംഗ് സ്കൂൾ. അവിടെ കയറി പഠിക്കത്. അവര് പഠിപ്പിച്ചാൽ വന്നത്. നീക്ക് അവരല്ലേ പഠിപ്പിച്ചത്? അവരാണ് കേട്ടോ അവര് പഠിപ്പിച്ചു കൊടുത്തത്. വേറെ സ്ട്രൈറ്റ് അതുപോലെ എനിക്ക് അവരെന്നെ പഠിപ്പിച്ചത്. അമ്മേ ഒരു പാഷൻ വേണം ഡ്രൈവ് ചെയ്യാൻ വേണ്ടി. നോക്കിയെടുക്കണോടാ. ഇത് ഇവിടെ നോക്കടാ. ഇത് കറക്റ്റായിട്ട് നോക്കണം. പോരട്ടെ. കുഴി ചാടരുത്. നിക്കട്ടെ. അവൻ്റെ ഓഫാക്കാൻ ആക്സിലേറ്റർ കൊടുക്ക്. ബ്രേക്ക് ഔട്ടർ എന്തിനാ നീ? അവൻ ബ്രേക്ക് ഔട്ടിയിട്ടാണ് ഈ വണ്ടി ഓഫായി പോണത്. അടുത്ത വ്ളോഗിൽ കാണാം. സബ്സ്ക്രൈബ് ചെയ്യാന്ന്. സോറി ബ്രോ. എന്തോ ആളെ ചിട്ടാനല്ല പണ്ടാരം. പറഞ്ഞ നീ പോഴം കളിച്ചെടുക്കല്ലേ. ബാക്കിയുള്ളവനെയും കൂടി കൊല്ലുമല്ലോ പണ്ടാരം. നെഞ്ചൊന്ന് കാളി. ഞാൻ വിചാരിച്ചിടിച്ചിട്ടെന്ന്. നീ ഇത് ഗിയർ മാറ്റണം. പണ്ടാരക്കാല. ഫോർത്തിലേക്ക് എടുത്തിട്ടേക്കണ നേരെ. സെക്കൻഡ് ഇവിടെയാണ്. ഇങ്ങോട്ടേക്കാണ്. ഈ സീറ്റ് മുട്ടണം. സെക്കൻഡ് ഈ സീറ്റ് മുട്ടണം. ഒരു മിനിറ്റ്. എല്ലൊട്ടിക്ക് നമുക്ക് ഇറങ്ങിയിട്ട്. അല്ലെങ്കിൽ നമ്മുടെ എല്ലാം ഊരും ആൾക്കാർ. ഫോർത്തിലേക്ക് എടുക്കലുള്ള വണ്ടി സെക്കൻഡിലേക്ക് ഇടണ ചൈബി. പോസ്റ്റിലേക്കല്ല, സെക്കൻഡിലേക്ക്. ഞാൻ വേറെ ആളെ നീ മാറിക്ക. ഞാൻ വീട്ടിലെത്തിക്കണ്ടേ? എനിക്ക് ശ്വാസം മുട്ടതാണ്. ആദ്യം പറയണത് നീ കേക്ക്. വണ്ടി ആദ്യം ന്യൂട്രലാണോ നോക്കണം. നീ ഇത് ഇട്ടണ്ടാണ് ഇത്ര നേരം ഓടിച്ചത്. നീ ഇതിട്ടാണ് ഇത്ര നേരം ഓടിച്ചത്. പക്ഷെ എന്റെ കർത്താവ്, ഞാൻ എവിടെയെങ്കിലും കണ്ടെത്തിച്ചാടി ചാട്ടെ പണ്ടാറ. നീ ഇതിട്ടാണ് ഓടിച്ചത്. നിന്റെ അടുത്ത് എപ്പോഴും ഞാൻ പറയില്ല ഇത് കേറുമ്പോ തന്നെ താഴ്ത്തണോന്ന്.
ഷൈബി നീ കുറെ നാളെ വണ്ടി ഓടിക്കാൻ ഞാൻ പറയണ ആദ്യം കേക്ക്. വണ്ടി സ്റ്റാർട്ട് ആണെങ്കിൽ മുമ്പ് വണ്ടി ന്യൂട്രലാണോ നോക്കണം. നിനക്ക് ലൈസൻസ് ഉണ്ടാ? ലൈസൻസ് ഉള്ള ഒരുത്തന്റെ അവസ്ഥയാണ് നിങ്ങൾ ഇത് കാണണോട്ടാ. 2 പ്രാവശ്യം കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ പ്രാവശ്യം പൊട്ടി, രണ്ടാമത്തെ പ്രാവശ്യം കിട്ടി. പിന്നെ ഓക്കെ അതല്ല കാർ ഓടിക്കുന്ന ലൈസൻസ് ന്യൂട്രൽ ഇത്. ഇതിപ്പോ ന്യൂട്രൽ നടുക്ക് നീ ക്ലച്ച് ഔട്ടിയേ. എന്നിട്ട് ഫസ്റ്റ് ഇടുന്നത് ഇങ്ങനെയാണ്. ഈ ഒരു പൊസിഷനിൽ എത്തണം ഈ വണ്ടിയിൽ. പുരാവസ്തു എന്നല്ല അത് ഒടിയൊന്നുമില്ല കണ്ടാ. ഈ ഒരു പൊസിഷനിൽ കയറണം. നീ ഫസ്റ്റ് ഇടണം നേരെ തേടിലേക്ക് ഇടണത് മനസ്സിലായ കണ്ടാ. ഇങ്ങനെ ഇടണം ഫസ്റ്റ്. അത് ഈ ലെവലിൽ തന്നെ സെക്കൻഡ് ഇടണം. അതായത് കണ്ടാ സെക്കൻഡ് ഗിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മുട്ടിയിരിക്കണം സീറ്റ് കണ്ടാ. ഞാൻ മുട്ടിച്ചിട്ടിച്ച് ഇട്ടേക്കണണ്ട. അത് ഈ വണ്ടി ഓടിച്ചാലും മനസ്സിലാവും. നേരെ തേർഡ് എന്ന് പറയുമ്പോൾ നേരെ തേർഡ്. ഫോർത്ത് എന്ന് പറയുമ്പോൾ നീ എടുത്തിട്ട് ഇങ്ങനെ എടുത്ത് കഴിഞ്ഞാൽ റിവേഴ്സാണത്. നേരെ അടിയിലോട്ടാണ് ഫോർത്ത്. മനസ്സിലായ? ഫോർത്ത് ഗിയർ മാത്രമേ ഉള്ളൂ ഇതിൽ. പിന്നെ അതെ റിവേഴ്സ് അടിക്കണമെന്നുണ്ടെങ്കിൽ വേണ്ട നിന്റെ സീറ്റ് മുട്ടിക്കണം. മനസ്സിലായ? നിന്റെ സീറ്റ് മുട്ടിക്കണം. അതായത് സെക്കൻഡ് മുട്ടിക്കണം ഇങ്ങനെ. പിന്നെ വണ്ടി സ്ലോ ആക്കാൻ നേരത്ത് മാക്സിമം സെക്കൻഡ്. ഇപ്പം ഹാഫ് ക്ലച്ചിൽ ഇട്ടേക്കണോണ്ട് ഫസ്റ്റിൽ ഇട്ടാൽ മാത്രമേ വണ്ടി മൂവ് ആവുള്ളൂ. മനസ്സിലായി. ദൈവമേ വീടെത്തന്നെ കർത്താവേ. ഓടിക്കാൻ വേണ്ടി അവനെ കൊണ്ട് വന്നിട്ട് ഞാൻ ഈ വണ്ടി ഞാൻ ഇവന്റെ പേരിലോട്ട് മാറ്റിയിട്ട ഗൈസ്. എനിക്ക് ഉറപ്പായത് കണ്ടാ തേടിലിട്ട് എടുക്കണ വണ്ടി. എടാ ഇപ്പോഴും തേടിലിട്ട് എടുക്കണത്. എടാ നീ കൈന്റെ ആംഗിൾ ഇങ്ങോട്ട് തിരിക്കി. വണ്ടി പുറകിൽ വന്നണ്ട് ചവിട്ട് നീ നോക്ക്. ഈ കണ്ട ഈ സാധനം കണ്ട ഇങ്ങനെ അങ്ങനെ ഇവിടം വരെ എത്തിക്കലടാ. ഇവിടം വരെ എത്തിക്കണുള്ളൂ. നീ ഇങ്ങനെ ഇങ്ങോട്ട് എത്തിക്ക്. ഇങ്ങോട്ട് കൊല്ലത്തിലെത്തിക്ക്. എടാ ഇവൻ വെറുതെ തോണ്ടാണ്. എടാ ഇത് തോണ്ടാൻ വേണ്ടി മറ്റേ വണ്ടി അല്ലത്. ഒന്നുകൂടെ എടുത്തേ. സ്റ്റാർട്ടാക്കിടണം. എന്റെ ദൈവമേ. പോട്ടെ ഫസ്റ്റ് ആണോ നോക്കുന്നത്. പയ്യെടുക്കുക. അതെ അതെ ബാക്കിൽ വണ്ടി പോട്ടെ. അത് പതുക്കി എടുക്കുക. നീ ചവിട്ടി കയറ്റല്ലേ പതുക്കി എടുക്കാം. ഈ പൊസിഷൻ പോരട്ടെ. ഇനി സെക്കൻഡിലേക്ക് ഇട്. എന്റെ സീറ്റ് മുട്ടിച്ചോണ്ടിട്. ഓക്കെ. ഫോർത്തിലാണ് വിളക്കണത്. സെക്കൻഡ് ഇടറ മുട്ടിച്ച് സീറ്റ് മുട്ടിച്ചിട. കുഴി 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 ചവിട്ട ആക്സിലേറ്റർ ഔട്ടല്ലേ വണ്ടി പോകും. സെക്കൻഡ് ഇട്ടിട്ട് വലിപ്പിക്കണ. വണ്ടി വരണ്ട വണ്ടി വരണ്ട. പേടിക്കാണ് ഒതുക്കി കൊടുത്താൽ മതി. നീ ആംഗിള് നീ സ്റ്റിയറിംഗിന്റെ ലെവല് നിനക്ക് കറക്റ്റ് അല്ലടാ. നീ ആ ബുള്ളറ്റ് കാരണം ഇടിച്ചിട്ടാണ് ഇപ്പൊ. ബ്രേക്ക് ഔട്ട് ഇവിടെ വന്ന് ചവിട്ടിയാലേ അവിടെ എത്തുമ്പോ കിട്ടുള്ളൂ വണ്ടി. സെക്കൻഡ് ഇട്ടാ. എന്നിട്ട് സ്റ്റിയറിംഗ് കൺട്രോൾ ആക്കി ഇടിച്ചിട്ട് അപ്പുറത്ത് പോട്ടെ വെള്ളത്തിൽ പോവും. നിക്ക് ഇവിടെ നിർത്തിക്കോ. എന്നിട്ട് ഞാൻ ആ പാലം കയറ്റി ഇറക്കിട്ടെ ഞാൻ നിനക്ക് തരാം. എടാ ഷൈബി സീനാവട്ടെ. പാലത്തിന്റെ ഇപ്പുറത്തോട്ട് പോകും. ആ പാലം സീനാണ്. ഞാൻ അതാ നിന്റെ അടുത്ത് അതിലേക്ക് എടുക്കാൻ പറഞ്ഞു. നീ നിർത്തിക്കേ. നിർത്ത്. എടാ ഷൈബി തമാശ കളിക്കലടാ. വെള്ളത്തിൽ പോട്ടെ. കൃഷ്ണ കൃഷ്ണ മുകുന്ദന. എന്താ ദൈവമേ. ഷൈബി സീന. അതെ വണ്ടി വന്നിട്ട് വലിയ വണ്ടി. എടി ഇവിടെ നിന്നൊക്കെ ചവിട്ടി എടുക്കണം. വണ്ടി പൊളിഞ്ഞു പോകണം. ഞാൻ ഇല്ലട്ടാ. നീ വേറെ കൂട്ടുകാരന്മാരെ വിളിച്ചിട്ട് പഠിപ്പിക്കട്ടാ. അതായത് ഓട്ടോറിക്ഷ ഉണ്ട്. സെക്കൻഡ് അല്ല ഫസ്റ്റ് ഇട്ടെടുക്ക്. ഇനി പോട്ടെ. ഇനി ഈ ചവിട്ടിയെടുത്തോ. വെള്ളത്തിൽ പോലെ മൈനർ അറ്റാക്ക് വന്ന് എനിക്ക്. നെഞ്ചോനെടുക്കണം കുറച്ച് വെള്ളം. എടാ വണ്ടി ഓഫല്ലടാ. എഞ്ചിനടിച്ച് പോവും. നിർത്ത് ആള് കൂടി. ഇനി നാളെ ഇനി ആളില്ലാത്തപ്പോ ഒതുക്ക് പോസ്റ്റിലിട്ട് ഒതുക്കല്ലേ. ഇൻഡിക്കേറ്റർ ഇട്ടൊക്കെ ഒതുക്കണം. ഓഫാക്ക്. എന്റെ മുന്നേറത്താവേ ഏത് നേരത്താണാവോ ഇറങ്ങിയത്. മരക്കഴുതേക്കാം. ഇവൻ കൂട്ടുകാരന്മാരുടെ ഒപ്പം വന്ന് പഠിച്ചോളാന്ന് പറഞ്ഞു. ഞാൻ പഠിപ്പിച്ചു കൊടുക്കാന്ന് പറഞ്ഞു. പിന്നെ അടാ സെക്കൻഡൊക്കെ ഇടണണ്ട. ഇങ്ങനെ ഇടണം. ഇട്ടിട്ടേ പഠിക്കുള്ളത്. പറഞ്ഞു തരണമെന്നുണ്ടെങ്കിൽ ഈ വണ്ടി ഓടിച്ച ഒരാൾ പറഞ്ഞു തരുമ്പോ അത്ര ക്ലിയർ ആയിട്ട് വേറൊരാൾ പറഞ്ഞു തരൂല. മനസ്സിലായോ? അല്ല ഇങ്ങനെ പോണം. നീ കൂട്ടുകാരന്മാർ ഏത് കൂട്ടുകാരനെ വിളിക്കാൻ പോണം? നല്ല പ്രൊഫഷണൽ ആയിട്ടുള്ള വട്ടന്മാരൊക്കെ ഉണ്ടെങ്കിൽ വിളിക്കും. എന്നാലേ നിനക്ക് പറ്റുള്ളൂ.
ഒറ്റക്ക് പോയാൽ കുഴപ്പമില്ലല്ലോ. ഒറ്റക്ക് പോയി കഴിഞ്ഞാൽ ഹൈവി എന്ത് കാണിച്ചു ആംഗിൾ അപ്പം തന്നെ സെക്കൻഡിൽ നിന്ന് അപ്പം തന്നെ തേർഡിലോട്ടൊക്കെ മാറ്റിക്കോളാം. അതായത് നീ കിടന്നിട്ട് സെക്കൻഡ് മാറ്റാൻ താഴത്തോട്ട് നോക്കുന്നു, സ്റ്റിയറിങ് ആൾക്കാരെ നോക്കി തിരിക്കുന്നു, കുഴിയിലിട്ട് ചാടിക്കുന്നു, അങ്ങനെയൊക്കെയാണ് നീ കാണിക്കണത്. അതെ, മനസ്സിലായി. ഇപ്പം ആള് കൂടി. ഇനി ആള് കൂടിയ സമയത്ത് വണ്ടി ഓടിക്കണം ശരിയല്ല. നാളെ ഒരു 6 മണിയാകുമ്പോൾ എനിക്ക് 6 മണിക്കൊക്കെ റോഡ് കാലിയായിരിക്കും. പേടിക്കാണ്ട് ഓടിക്കാം, എന്നാലേ പരിപാടി നടക്കുള്ളൂ. ഇപ്പം ഈ സമയത്തൊക്കെ ഓടിച്ചു കഴിഞ്ഞാൽ സീനാവും. വീട്ടിൽ വണ്ടി ഇടണമെന്നുണ്ടെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ വളക്കണം. ആ സാഞ്ചേട്ടന ബാക്കിലെ പറമ്പെള്ളം കൊണ്ട് രക്ഷപ്പെട്ട്. വണ്ടി പുറത്തിട്ടെങ്കിലും നമ്മുടെ പാർക്കിംഗ് സ്പേസിൽ വണ്ടി ഇടാനുള്ള സ്പേസ് ഇല്ല, അതുകൊണ്ടാണ് സംഭവം. ഒടിഞ്ഞ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഇവിടെ തന്നെ ഇട്ട് ഓടിച്ചാൽ മതിയടാ. പോസ്റ്റെല്ലാം ഓടി. പോസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ എന്ത് പോസ്റ്റാണ് ഓടിച്ചാണെങ്കിലും. എ സി ഒക്കെ മേടിച്ച് ഫിറ്റ് ചെയ്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വണ്ടി കൊടുത്തേക്കടാ. വണ്ടി കൊടുത്തു. വണ്ടി വേണമെന്നുണ്ടെങ്കിൽ കൊടുത്തോ. കാരണം നമുക്ക് ഈ റോട്ടിലിട്ടേക്കണത്, ഈ റോട്ടിൽ കിടക്കണമെന്ന് ഒരു സങ്കടമാണ്. ആകെ ഞായറാഴ്ച ദിവസങ്ങളിൽ മാത്രമേ നമ്മൾ ഈ വണ്ടി എടുത്ത് ഓടിക്കോളൂ. പിന്നെ വണ്ടിയുടെ ആവശ്യം മഞ്ഞില്ല നമുക്കതാ. പിന്നെ ഓർമ്മക്കായിട്ട് വെക്കണമെന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ മെയിൻ്റെനൻസ് ആണ്. ഇതിനെ ഓർമ്മക്കായിട്ട് വെച്ചിട്ട് കൊടുത്തേക്ക്, ആരെങ്കിലും ഓടിച്ച് നടക്കട്ടെ. അപ്പോൾ അതൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഗൈസ്. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ, ഹാവ് എ നൈസ് ഡേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കല്ല, പറയടാ എന്തെങ്കിലുമൊക്കെ ഒന്ന്. സബ്സ്ക്രൈബ് ചെയ്യും മച്ചന്മാരെ. കൊച്ചിയിലായിട്ട്